അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഹൊറർ ഗെയിമായ ഗ്രാനി എന്ന ഗെയിമാണ് നമ്മൾ ഇന്ന് കളിക്കാൻ വന്നത്. കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ നമ്മളിത് കളിക്കാൻ പോവുകയാണ്. പിന്നെ അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവരെല്ലാവരും ഉടൻ തന്നെ ലൈക്ക് ചെയ്യണം. നമ്മുടെ മുഫീദ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യാൻ പറയുമ്പോൾ ഇപ്പുറത്തെ ചെവി കൂടെ കേട്ട് അപ്പുറത്തെ ചെവി കൂടെ കളയുന്നവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്ലീസ് ഒന്ന് പെട്ടെന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാതെ ഈ വീഡിയോ കാണരുത്, എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് കളിക്കാം നമ്മുടെ ഹൊറർ ഗെയിം. നമ്മൾ ഗൈസ് ഈ ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുവരെ ജയിച്ചിട്ടില്ല. കാരണം നമ്മൾ പ്രാക്ടീസ് ഒക്കെ കുറെ പ്രാവശ്യം ചെയ്തായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ര അറിഞ്ഞൂടാ. എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ കാർ റെഡിയാക്കണം. നമ്മൾ 2 എസ്കേപ്പ് ഉണ്ടല്ലേ, പക്ഷെ നമ്മൾ കാർ വഴി എസ്കേപ്പ് ആവാനാണ് നോക്കുന്നത്. ഗൈസ് ഇതാണ് നമ്മുടെ ഗ്രാനിയുടെ അടുത്ത് ട്രാപ്പൊക്കെ ഉണ്ട്. നമുക്ക് 5 ദിവസമാണ് ഗൈസ് സമയമുള്ളത്. ഇതിപ്പോ 1ാമത്തെ ദിവസമാണ്. എല്ലാ സ്ഥലവും ചെക്ക് ചെയ്ത് നോക്കണേ. പുറത്തെ പിടിക്കുന്ന ഒന്നും കാണാൻ ചാൻസ് ഇല്ല. ലീവ് ദിസ് ഹൗസ് എന്ന് എഴുതിയിട്ടുണ്ട്. പതുക്കെ പോണം. അതാണ് നീ മലപ്പുറം പതുക്കെ പോയത്. ഓക്കെ, അവിടെ ഒന്നുമില്ല. അപ്പം നമുക്ക് പുറത്തിറങ്ങാം അല്ലേ? എനിക്ക് നല്ല പേടിയുണ്ട്. അയ്യോ, അവിടെ കയറിപ്പോയി. ഈ റൂമിലൊന്നും നോക്കണം. ഇവിടെ ഒന്നും ഉണ്ടാവാറില്ല. നല്ല നോക്കി വെക്കാം. ഇവിടെ ഒന്നുമില്ല. പെട്ടെന്ന് നോക്കോ. ഗ്രാനി വരണേ മുമ്പ് മണ്ടലോട്ട് കയറാൻ നോക്ക്. ഇത് നമ്മുടെ ഷോട്ട് ഗൺ അല്ലേ? ഇത് നമുക്ക് ആവശ്യമാണ് ഗൈസ്. അത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടാവും നോക്കാം. ഇവിടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഷോട്ട് ഗൺ എടുത്ത് ഒരു കാറിൻ്റെ സൈഡ് ഷോട്ട് ഗണ്ണിൻ്റെ കാര്യം എഴുതിയിട്ട് നമുക്ക് അവിടെ പോവാം. അത് ആ ടേബിൾ വല്ലതും ഉണ്ടാകും നോക്ക്. നീ അവിടെ ഒന്നും നോക്കിയില്ല. ശരി, നമുക്കത് ഇവിടേക്ക് ഒന്ന് തുറന്ന് നോക്കാം കേട്ടാ. നമുക്ക് അത്യാവശ്യം ഇവിടെ എന്തോ ഉണ്ടാവും. യെസ് ഗൈസ്, കണ്ട ഇവിടെ ഒരു കൊച്ചു റൂമാണ്. ഗ്രാനി നമ്മുടെ ചെറിയൊരു സൗണ്ട് കേട്ടോ അത് വന്ന് പിടിക്കാൻ. ഇവിടെ ചില സമയത്ത് വാതിലുണ്ടാവും, ചില സമയത്ത് വാതിലുണ്ടാവില്ല. സൗണ്ട് കേട്ടില്ലേ? കേട്ടിട്ടുണ്ടാകത്തില്ല. ആ റൂം തുറക്കണമെങ്കിൽ വെപ്പൺ കീ വേണം. കാര്യം താഴോട്ടേക്ക് പോവാം. അല്ലാ, ഗ്രാനിയുടെ സ്വരം. പോയി. പിറകിൽ ഉണ്ടാവായിരുന്നു. നമ്മളിപ്പോൾ കാറുള്ള സ്ഥലത്ത് നിന്നിട്ടുണ്ട്. ഇതാണ് ഈ കാറിൽ നമ്മൾ എസ്കേപ്പ് ആവേണ്ടത്. ഓക്കെ, നമ്മൾ ഈ ഷോട്ട് ഗൺ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കുറച്ച് പാർട്ടും കൂടി. അതെന്താണ്? ചെയിൻ കട്ടർ. അതൊക്കെ ഇനി ആവശ്യമുണ്ട്. ഈ ഷോട്ട് ഗണ്ണിൻ്റെ കുറച്ച് പാർട്ടും കൂടി കണ്ടെത്തി നമുക്ക് ഗ്രാനിയെ വെടിവെക്കാൻ പറ്റും. ഗ്രാനിയെ തന്നെ വെടിവെക്കാൻ പറ്റുമോ? ഗ്രാനിയെ വെടിവെച്ചാൽ അവൾ 2 മിനിറ്റൊക്കെ ഒരു ബോധം കണ്ട് കിടന്നോളും. അത് മയക്കുമരുന്ന് കണ്ടില്ലേ? ഇതും പറ്റും. ഇതിനും അറിയാമോ ഗൈസ്? അത് ഇതാക്കണ്ട. ഇവിടെ എഞ്ചിൻ പാർട്ട് വേണം. പിന്നെ ഈ ഭാഗത്താണെങ്കിൽ ബാറ്ററി വേണം. ഇവിടെ എന്താ വേണ്ടത്? സ്പാർക്ക് പ്ലഗ്. പിന്നെ ഈ ഡോറ് തുറക്കണമെങ്കിൽ നമുക്ക് കാർ കീയും വേണം. അയ്യോ, അടിപൊളി. നീ അവിടെ പോയി താഴെ കുടിയേണ്ടിരുന്നു. ഇവിടെ വിളിക്കാം. സൗണ്ട് കേട്ടില്ലേ? ജസ്റ്റ് മിസ്സായിരുന്നു കേട്ടോ. നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ ഗ്രാനിക്ക് അത്ര ഉറപ്പില്ല നമ്മളിവിടെ ഉണ്ടെന്ന്. അതാണ് ഗ്രാനി അങ്ങനെ നോക്കണത്. ഒന്ന് പോയാൽ മതിയായിരുന്നു. ഗ്രാനി പോയിട്ടുണ്ട് ഗൈസ്. പോയി. അവിടെ ട്രാപ്പ് വയ്ക്കുന്ന സൗണ്ടാണ് കേട്ടോ. അയ്യോ, പേടിയാവുന്നു. ഗ്രാനി ഒന്ന് വന്നാൽ പിന്നെ നമുക്ക് പേടിയാവും ഗൈസ്. അതങ്ങനെയാണ്. ഗ്രാനി മഞ്ചിലികയെ പോലെ അല്ല. മഞ്ചിലിക കളിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ് ഗൈസ്. ഇത് അത്ര പേടിയില്ല. കാരണം നമ്മൾ അവിടെ തുറന്നു നോക്ക്. അവിടെ ഒന്നുമില്ല. അപ്പം നമുക്ക് മണ്ടേ കയറി പോവാം. ഈ പെട്ടെന്ന് എന്തിനു പോവാത്ത? ഓക്കെ, നമുക്ക് ഇവിടെ ഈ വഴിയല്ലേ നമ്മൾ വന്നത്. ഇവിടെ ഒരു വഴി ഉണ്ടാവും. അയ്യോ, ഇതാക്കത്തില്ലേ? ഇതൊരു ലെറ്ററാണ് ഗൈസ്. ദിസ് ഈസ് മൈ 5th ഡേ ഇൻ ദിസ് ഹൗസ്. അവിടെയൊക്കെ നമ്മളിപ്പോൾ എന്താണ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. ഇവിടെ നമുക്ക് മുകളിൽ ടെറസിന് മണ്ടേ കയറാൻ പറ്റും. അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാകും നമുക്ക് ചെയ്യാൻ. ഇത് നമുക്ക് ആവശ്യമാണ് കേട്ടോ ഗൈസ്. ഇത് പിന്നെ നമുക്ക് എടുക്കാം. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരെ. യെസ്. കണ്ടോ ഗൈസ്? ഇവിടെയാണ് ആ സ്ഥലം. ഇവിടെ ഒളിക്കാൻ സ്ഥലമുണ്ട്. ഇതിനകത്ത് ഒളിക്കാൻ. നമുക്ക് ഈ ഒരു ഹൗസ് തുറക്കണമെങ്കിൽ നമുക്ക് ഇത് വേണം. പ്ലേ ഹൗസിൻ്റെ കീ വേണം. ഇതാണ് പ്ലേ ഹൗസ്. നമ്മൾ കൊല്ലുന്ന സാധനമാണ്. കണ്ട കാരണം ഇവിടെ കൂടെ ഗ്രാനിക്ക് വരാൻ പറ്റത്തില്ല.
യെസ് ഗൈസ്, നമുക്ക് അടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. അടിപൊളി. അയ്യോ അയ്യോ, ഇവിടെ ഓടിപ്പോ നീ ഓടിപ്പോ. ആ റൂമിൽ പോയി വിളിക്കും. ആ റൂമിൽ പോയി വിളിക്കും. ഇവിടെ പോയി വിളിക്കാലോ. ആ, അവൾ കണ്ടില്ല ഗൈസ്. അവളെ കണ്ടാ പിന്നെ അവളെ റൂമിൽ കയറി വന്നിട്ടാണ് നമ്മൾ വിളിക്കുകയാണെങ്കിൽ അവളങ്ങ് പോയാട്ടാ. നമ്മൾ എവിടെയാണുള്ളത് മനസ്സിലായില്ല. ഇല്ല, ഞാൻ കണ്ടു. അങ്ങോട്ട് പോയി. അവക്ക് മനസ്സിലായില്ല. അങ്ങോട്ട് പോയെന്നായിരിക്കും കേട്ടാ. ആ ഒരു നിമിഷം ഞാൻ ഓക്കെ. നമുക്ക് അവിടെയൊക്കെ ട്രാപ്പ് വയ്ക്കുന്ന സൗണ്ടാണ് ഗൈസ്, ഇങ്ങനെ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ് കേൾക്കുന്നത്. ട്രാപ്പ് തന്നെ ട്രാപ്പായിരിക്കും. എന്നാലും സെറ്റായിട്ട് പോവല്ലേ? വേണ്ട വേണ്ട, അവളെ താഴെ ഇറങ്ങിയാൽ മതിയായിരുന്നു. താഴെ നമുക്കിനി നോക്കേണ്ടത് എല്ലായിടവും. എനിക്ക് ആ കാറിന്റെ സ്ഥലത്തോട്ട് പേടി അത്ര ഇല്ല. വിളിക്കുന്ന കാണരുത്. ഓക്കെ, എന്തായാലും നമ്മൾ ഈ റൂമിലാണ് കയറിയെന്ന് അവൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിവിടെ ഒളിക്കുന്ന കാണത്തില്ല. ഒളിക്കുന്ന കണ്ട അവളെ ഒന്ന് പിടിക്കും. ഈ റൂമിൽ തന്നെ കയറിയത്, അതാണ് അവളുടെ രീതി. ഇത് ആണാണ് പെണ്ണാണ്? ഗ്രാനി പെണ്ണല്ലേ? അതെങ്ങോട്ടാണ് പോകുന്നത്? അങ്ങോട്ട് പോയി. ആ റൂമിൽ കയറി പോയിട്ടുണ്ട്. ഈ വഴി കൂടെ പോലെ, ആ വഴി കൂടെ പോയാൽ ട്രീൻ കേൾക്കും. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. ഇവിടെ ഒന്നുമില്ല ഗൈസ്. അവിടെ മറ്റേതിന്റെ കിട്ടി ഒരു പാർട്ട്. ഇത് ഷോർട്ട് ഗണ്ണിന്റെ അല്ലേ? അതെ അതെ. ഓക്കെ, നമുക്ക് ഈ പാർട്ട് വേണം ഗൈസ്. നമുക്ക് ഇനി ആ കാറിന്റെ ആ സൈഡോട്ട് പോവാം. അയ്യോ, അങ്ങോട്ട് ഓടിക്കും. ഓടി ആ കാറുള്ള സ്ഥലത്തോ. നീ സ്പീഡിന് പോവാത്തേണ്. ആടാ, അവിടെ ഉണ്ടാ കാറുള്ള സൈഡ്. എങ്ങോട്ടേക്ക് കയറി പോയത്? അപ്പൊ നമുക്ക് ഇവിടെ ഇരിക്കാം. ചിലപ്പോ പോയാലോ? പോയി. നീ എന്നാലും എന്തോ കാറുള്ള സൈഡ് കളിക്കാൻ ശ്രദ്ധിച്ചില്ല. ഒരു മിനിറ്റ്, അവിടെ ഇപ്പൊ അവിടെ മണ്ടേ കണ്ട് ഒന്ന് കൊല്ലും. നീ എവിടെയെങ്കിലും കയറി പോവാൻ നോക്ക്. കണ്ട് ഇപ്പൊ ഒന്ന് കൊല്ലും. അയ്യോ, കണ്ടില്ല. കണ്ടാ ഇവിടെ നിൽക്കണ്. കമ്പാണ്. കമ്പുണ്ട് കേട്ടോ. പോയി കണ്ടാ? പിന്നെയും കാണുന്നതാണ്. അവളിങ്ങോട്ട് വരാതിരുന്ന മതിയായിരുന്നു. ഓ, അതിനകത്തൊക്കെ തുറന്നു നോക്കിയേട്ടാ. അവൾക്കൊരു ഡൗട്ടായിരിക്കും. ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്തായാലും. കണ്ട് ഇപ്രാവശ്യം കണ്ടവള്. പേടിപ്പിക്കില്ലേ? നോക്കട്ട്. കണ്ടവൾ അവിടെ നിൽക്കത്തുള്ളൂ. ഇനി അവള് മണ്ടയ്ക്ക് മുമ്പേ അങ്ങോട്ടും ഓടി കാറിന്റെ ആ സൈഡോട്ട് പോണേ. ഓക്കെ നല്ല അടിപൊളി. പോവാം. നമുക്കത് പോയിട്ടാ. ഓടിപ്പോക്കോ. ട്രാപ്പ് വെച്ചായിരുന്നു അവിടെ. വെച്ചാൽ രക്ഷപ്പെട്ടില്ലേ നീ? നീ ഇങ്ങോട്ട് വരണം. ഇവിടെയാണ് കാറിന്റെ സൈഡ്. കണ്ട? അങ്ങനെയും കാറിൻ്റെ അടുത്ത് പോവല്ലേ? കറിഞ്ഞൂടെ? ഓക്കെ ഗൈസ്, നമ്മൾ ബാക്കി പാർട്ട് ഇനി നമുക്ക് നടുക്കൊരു പാർട്ടും കൂടി വെക്കണം. അപ്പം നമുക്ക് ഷോർട്ട് ഗൺ റെഡിയാക്കാം. ആ ഗണ്ണിൽ അവളെ വെടി വയ്ക്കാമെന്ന് തോന്നുന്നു. അവളെ വെടിക്കാൻ മാത്രമല്ല, കുറേ ഉപയോഗങ്ങളുണ്ട്. ആ സൗണ്ട്, ആ ടട്ടൊക്കെ സൗണ്ട് കേൾക്കുമ്പോഴേക്കാൻ പേടിയാണ് സത്യത്തിൽ. അവളിനി എവിടെയെങ്കിലും വരുമോ? നീ ഈ റൂമിൽ കയറി നോക്ക്. എന്താ പിന്നെ സൗണ്ട് കേൾക്കുന്നത്? ഇവിടെ കൂടെ ആയിരിക്കും വരണം മിക്കവാറും. വരുന്നു. നിനക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? നീ പോകാത്തതാണ്. പക്ഷേ ഗൈസ്, നമ്മൾ ബാക്കി കണ്ടുപിടിച്ചപ്പോഴേക്കും അവൾ നമ്മളെ കൊന്ന്. നമുക്ക് ഡേ 2 ആയി. കുഴപ്പമില്ല, നമുക്ക് 5 ദിവസം, ഇനി 4 ദിവസം സമയം ഉണ്ടല്ലോ. നമുക്ക് അവിടെ ഓക്കെ. ഇത് കുറച്ച് പാടാണ്. മഞ്ചരികയുടെയൊന്നും കുറച്ച് പാടാണ്. പക്ഷെ മഞ്ചരികയെ പോലെ അങ്ങനെ അങ്ങ് പിടിക്കാൻ വരില്ല. നമുക്ക് രക്ഷപ്പെടാം. മഞ്ചരിക ഒന്ന് അടുത്തെത്തി അപ്പ കൊല്ലും. എന്നാലും ഈ ഹൊറർ ഗെയിംസ് ഒക്കെ കുറച്ച് ഇതായിട്ടുള്ള ഇവിടെ ഒന്നും ഉണ്ടാവില്ല. നീ പോയിക്കേ.
അയ്യോ ആ റൂം തുറന്ന്. ഇപ്പൊ ഗ്രാനി വരും ആ റൂമിൽ നിന്ന്. ആ റൂം തനിയെ തുറന്ന്. കണ്ട അവൾ ഞാൻ പറഞ്ഞിട്ട് അവിടെ ഗ്രാനി ഉണ്ടെന്ന്. നമ്മൾ വിളിച്ച കണ്ടില്ല കേട്ടോ, അപ്പം തന്നെ വന്ന്. ഇവള് ആ റൂം തുറന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കണ്ടില്ല. ഇവള് ട്രാപ്പ് വെച്ച് അടിപൊളി. അവളെ ട്രാപ്പ് വെച്ച് അവൾക്ക് ഡൗട്ട് തോന്നി. ഗ്രാനിക്ക് ഡൗട്ട് തോന്നി. ട്രാപ്പ് വെച്ചപ്പോൾ നമ്മൾ ചിലപ്പോൾ താഴോട്ടാ പോകാൻ തോന്നട്ടെ. ഈ ട്രാപ്പ് അല്ലാതെ നടക്കാൻ പറ്റുമോ? കണ്ടും പറ്റും. ആ റൂമിൽ കയറി നോക്കാവേ. ആ റൂം ഇത് ഇവിടെ അല്ല. ഇവിടെ എന്താ എഞ്ചിൻ പാർട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എന്താ പക്ഷെ അങ്ങോട്ടല്ലേ ഗ്രാനി പോയേക്കുന്നത്. തന്നെ അങ്ങോട്ടാ പോയേക്കാം. ഇവിടെ തണുപ്പുണ്ട്. വന്ന് കാണാതിരുന്നാ മതി. ഓക്കെ, നമ്മളെന്തായാലും ഒളിച്ചിട്ടുണ്ട്. കണ്ടേട്ടാ മുകളിൽ നമ്മളെ കണ്ടു. പക്ഷെ നമുക്കിപ്പോൾ കിട്ടിയത് എഞ്ചിൻ പാർട്ടാണ്. കാറിൻ്റെ സൈഡിൽ അവിടെ വെക്കാം. നമുക്ക് പോയെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടെയാണ് വന്നെന്ന് ഉറപ്പില്ല. ഇതൊരു സൗണ്ട് ആണ്. നമുക്ക് വേറെ നല്ല സുരക്ഷിതമായിരിക്കണം ഗൈസ്. പോവാം പോണ്ടേ? പോവാം. ഇതൊക്കെ ട്രാപ്പ് വയ്ക്കുന്ന സൗണ്ടാണ്. ഈ വാതിൽ അവിടെ കൊണ്ട് വെച്ചേക്കാം പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓക്കെ പോവാം. അവൾ ഇവിടെ ഒന്നും കാണൂല. എടി മുള്ളു തറയ്ക്കാതെ നിൽക്കടി. ട്രാപ്പ് വെച്ചേക്കുന്നുണ്ട്. അവിടെയും ട്രാപ്പ് വെച്ചേക്കുന്നീ. ഓഹോ, അപ്പൊ നമുക്ക് അവിടെ വിളിക്കാൻ പറ്റൂലേ? പറ്റൂല. ഞാൻ കണ്ട. നമുക്ക് വേറെ വഴി പോവാം. വേറെ വഴി? ഏത് വഴി? ഒളിച്ചോ. അയ്യോ, ട്രാപ്പ് അവിടെ വെച്ചിട്ട് ഈ ട്രാപ്പിലുണ്ടായിരുന്നല്ലേ. ശരിയാണ്. നമുക്ക് പോകാൻ പറ്റൂല. കൊല്ലും. നമ്മൾ ആ ട്രാപ്പ് അവിടെ ഉണ്ടെന്ന കാര്യം ശ്രദ്ധിച്ചില്ല. എല്ലായിടത്തും കൊണ്ട് ട്രാപ്പ് വെച്ചേക്കാണ്. നമുക്കറിയായിരുന്നല്ലോ അവിടെ ട്രാപ്പ് ഉണ്ടെന്ന് അറിയാം. എന്നാലും നമ്മൾ അവിടെ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അയ്യോ, അപ്പൊ Day 3 ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലെങ്കിലും ജയിക്കാൻ പറ്റുമെന്ന് നോക്കാം. ആ എഞ്ചിൻ പാട്ടോണ്ട് വെക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ കയ്യിൽ എഞ്ചിൻ പാട്ടുണ്ടാവോ? വേറെ ഏത് വഴിയാണ് ഉള്ളത്? അവിടെ പോവാം. മറ്റേ ആ റൂം വഴിയും പോവാം. ഏത് റൂം വഴി? മറ്റേ ആ സൈഡിലെ റൂം വഴിയും പോവാം. സത്യം. അപ്പം നമ്മുടെ എഞ്ചിൻ പാട്ട് പോയല്ലേ? എഞ്ചിൻ പാട്ട് അതേ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. എടുക്കും. ഇവിടെ കിടക്കണം. അങ്ങനെ ഓടിപ്പോയി ആ വഴി പോ. ശരി. ഇവിടെ കൂടെ? ഇവിടെ കൂടെ അല്ലല്ലോ. ഇവിടെ കൂടെ തന്നെ. വേറെ അറിയുമെന്നൊക്കെ പറഞ്ഞ അവളുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് നമ്മൾ. ഇവിടെ ഒരു ഉണ്ടാവും. അതായിരിക്കും ഇവിടെ സൗണ്ട് കേട്ടാ. യെസ് ഗൈസ്, നമ്മുടെ കാറിൻ്റെ എഞ്ചിൻ പാർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് വേണ്ടത് കാർ ബാറ്ററിയും വേണം, സ്പാർക്ക് പ്ലഗും വേണം അല്ലേ? അവളുടെ ചിരി കേൾക്കണം. അവിടെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇനി മണ്ടലോട്ട് പോകാൻ നോക്കിയേ. അയ്യോ ദാ ഇവിടെ ഒന്നും ഇല്ല. ഈ വാതിൽ നമ്മൾ തുറന്നില്ലല്ലോ. ഷോർട്ട് ഗണ്ണിൻ്റെ പാട്ട് കിട്ടി. യെസ് ഗൈസ്, നമുക്ക് ഷോർട്ട് ഗണ്ണിൻ്റെ പാർട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതാണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നമുക്കൊരു ഷോർട്ട് ഗൺ റെഡിയായി. യെസ്, ഇനി നമുക്ക് ഇതെടുത്തിട്ട് ഇത് തയ്ക്കണം അല്ലേ? ഓക്കെ, ഇതെടുത്താൽ വെടി വയ്ക്കാൻ പറ്റുമെന്നല്ലേ പറയണേ? നോക്കാം. ഇത്രയേ പറ്റത്തുള്ളൂ. ഇനി അത് വയ്ക്കാൻ പറ്റില്ല. അത് ഇന്ന് വെടി വെച്ചാലേ വയ്ക്കാൻ പറ്റും. നമുക്ക് വെടി വയ്ക്കാൻ പറ്റുമോ നോക്കാം. ഗ്രാനിയ
നമുക്ക് ഈ റൂമിലൊന്ന് കയറി നോക്കാം ഗൈസ്. ഈ ഗ്രാനി വരണമെങ്കിൽ നമുക്ക് വെടിവെക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു കൊച്ചു വയ്യുണ്ട്. ഇത് ഗ്രാൻഡിയുടെ ഏതൊരു പീസാണ് കേട്ടോ. അയ്യോ അവിടെ വീഴല്ലേ, ചാവുന്നി ഞാൻ വീണിട്ടുണ്ട് അവിടെ. ഓഹോ അവളവിടെ വരോ? എന്ത് അതെടുത്ത് കണ്ടാ? എടുത്താ? നീ എടുക്കണല്ലോ. ഫുള്ളായിട്ട് ഒന്ന് അന്നാ വെടി വയ്ക്കായിരുന്നു. പോയി. ഇല്ല നീ ആദ്യം കൂടെ അങ്ങോട്ട് വന്ന് നോക്കി. അങ്ങോട്ട് പോയി അവിടെ വീണ് പോയാൽ പെട്ട്. ഇല്ല പോയി. അതിൻ്റെ അകത്ത് അവിടെ താഴെ പോയി. ഓക്കെ ഇനി മണ്ടേ പൊക്കോ. ഗൈസ് അവിടെ വേണമെങ്കിൽ നമുക്ക് ഹാമർ വേണം. ഇവിടെ പൊട്ടിച്ച് വെച്ചേക്കാണ്. നമ്മൾ അങ്ങോട്ട് പോയാൽ നമ്മൾ വീണ് പോയി. നീ പോലെ അങ്ങോട്ട് പോവല്ലേ, നീ അടുത്തോട്ട് എത്തുമ്പോൾ തന്നെ എനിക്ക് പേടിയാവും. അവിടെ അത്ര ഷൂട്ട് ചെയ്യ്. നീ എങ്ങോട്ട് ഷൂട്ട് ചെയ്ത കൊച്ചേ? ഓടി വിളിക്കോ കൊച്ചേ, തീർന്ന്. ഓ ശരിയാണല്ലേ, ഇവിടെ വിളിക്കാൻ പറ്റുമോ? ഒരു വട്ടം ആ പെട്ടി പോയി വിളിക്കാൻ പറ്റും. പിന്നെ ഷൂട്ട് ചെയ്യാൻ ഒരു വട്ടം ഷൂട്ട് ചെയ്യാൻ. അത് അവൾ ആ ഒരു കുത്ത് കാണുന്ന സ്ഥലത്തല്ല, ആ ഗ്രാനിന്റെ അടുത്തൊന്നല്ല നീ ഷൂട്ട് ചെയ്യുന്ന. ഈ ഒരു കുത്ത് കണ്ട, ആ കുത്ത് ഗ്രാനിന്റെ അവളെ കൊണ്ടുവരണോ? ഞാൻ പക്ഷെ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഗൈസ്. ഞാൻ കളിക്കാം. ഇല്ല വെടിവെക്കാൻ അറിഞ്ഞാത്ത പോലെ ഉണ്ട്. അവള് വന്നില്ലല്ലോ. അവിടെ ഇങ്ങനെ ഡ്രാപ്പ് പോയിക്കും മിക്കവാറും. നേരെ നിൽക്കുന്നു. പോവാം. നമ്മൾ ഒളിച്ച് കളിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ചിരിക്കുന്നു. നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ? അവൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. കണ്ടില്ല ഇവിടെ ഡ്രോപ്പ് കണ്ട് ഇവിടെ വരുമല്ലേ? ഇവിടെ വരെയൊക്കെ ചെയ്യും. നമുക്കിനി ഈ ഷൂട്ട് കൊണ്ട് ഇനി അടുത്ത അവിടെ പോയാലേ പറ്റത്തുള്ളൂ. എന്നാൽ നമുക്ക് അവിടെ പോയി അടുത്ത ഗണ്ണ് എടുത്തിട്ട് വരാം. എനിക്ക് തോന്നുന്നു അവിടെ വെടിവെക്കാൻ പറ്റാമെന്നും കൂടി നോക്കണമല്ലോ. അവിടെ താഴെ ഇറങ്ങി പോയിട്ടില്ല. നീ ഈ വഴി കാറിൻ്റെ സ്ഥലത്ത് പോ. കണ്ട ആ സ്റ്റെപ്പിൻ്റെ താഴെയൊക്കെ ട്രാപ്പ് എടുത്ത് വെച്ചേക്കണം. നീ ഈ റൂം വഴി കാറിൻ്റെ അവിടെ പോ. അവിടെ അല്ല നമുക്ക് അടുത്ത പാർട്ട് പോയി എടുത്തിട്ട് വരാം. പക്ഷെ നമുക്കിതെല്ലാം പക്ഷെ കാറ് പോയി എസ്കേപ്പ് ആണ്. പക്ഷെ അതിനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, കിട്ടുന്നില്ല നമുക്ക്. ഇതിനാണ് നമ്മളെ നോക്കിയ ഒരു സോംബി പോലെയാണ് വരണം. ഇപ്പം എങ്ങോട്ടാ പോകണ്ട? കണ്ടേ തന്നെ പോകല്ലേ? അവിടെയൊക്കെ ട്രാപ്പ് വെച്ച് ഇവിടെ ഉണ്ട് കേട്ടോ ഈ സാധനങ്ങൾ. ട്രാപ്പ് വെച്ചത് അവിടെ ഉണ്ട്. ഈ റൂമിലെല്ലാം നമ്മൾ കയറിയത്. ഈ റൂമിലെ വെള്ളമുള്ള സ്ഥലത്തോട്ട് നമ്മൾ പോയിട്ടില്ല. അവിടെ അത്യാവശ്യം ഇല്ല. അവിടെ ഒന്ന് പോയി നോക്കാം. നമ്മൾ ഒരു സ്ഥലത്ത് പോയില്ല ഗൈസ്. ഇതാണ്ട ഇവിടെ ഒരു വാതിലുണ്ട് ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. ഇവിടെ തുറക്കണമെങ്കിലും ഹാമർ വേണം. ഒരുപാട് സ്ഥലത്ത് ഹാമർ ആവശ്യമാണ്. പിന്നെ താണ്ട ഈ കാക്കക്കൂട്ടിൽ എന്തെങ്കിലും സാധനം കിടപ്പുണ്ടാവും. ഓ ഇത് നമ്മൾ പ്ലേ ഹൗസിൽ വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പക്ഷേ ഇത് എടുക്കാൻ വരണമെങ്കിൽ കാക്ക നമ്മളെ കൊത്തും. അപ്പൊ കാക്കയ്ക്ക് ഇതാണ്ട് ഇവിടെ ഫുഡ് ഇട്ട് കൊടുക്കണം. പക്ഷെ ആ ഫുഡും കണ്ടെത്തണം. ആ വാതിൽ തുറക്കാൻ പറ്റുമോ? ഇതൊരു വാതിലല്ല, അത് തുറക്കാം. കണ്ട ഇത് റിമോട്ട് കൺട്രോള്. നെൽപ്പ് ചെയ്തെടുക്കണോ? അത് അവിടെ ഇരിക്കട്ടെ. റിമോട്ട് കൺട്രോൾ ഉള്ള ആ റൂം തുറക്കണം. കിട്ടും. അത് ഗ്രാനി അടിക്കാമല്ലോ. എന്നാ എടുക്ക്. പക്ഷെ ഇത് അവിടെ വെച്ചേക്ക്. അല്ലെങ്കിൽ അതിരിക്കട്ടെ. റിമോട്ട് കൺട്രോൾ അവിടെ ഇരിക്കട്ടെ. താഴെ പോകും. ജോലി
ഈ വെള്ളം അവളവിടെ വീട്ടി വെച്ചേക്കണം. ഈ വെള്ളത്തിന്റെ സൗണ്ട് ആയിട്ടാ നമ്മൾ അവൾക്ക് മനസ്സിലാവില്ല നമ്മൾ എവിടെ ഉണ്ടെന്ന്. ഇവിടെ ഗൈസ് വാതിൽ തുറക്കണമെങ്കിൽ അതിനെ തന്നെ അയ്യോ ഇപ്പൊ വെടിവെക്കണ്ട. ഇപ്പൊ അവള് വരും ചിലപ്പം. അവള് വരണമെങ്കിൽ അവളെ വെടിവെക്കാതെ ഒളിച്ചു കഴിഞ്ഞാൽ പോയി അവൾ വരികയാണെങ്കിൽ. ഇവിടെ ഒന്നും ഇല്ല ഗൈസ്, ഈ റൂമിലൊന്നും ഇല്ല. കണ്ടേ അത് നമുക്ക് വെടിവെക്കാം അവളെ. എൻ്റെ അവളെയൊക്കെ അവളെ വെടിവെക്കാം. ചിലപ്പോൾ അവള് നീയോ ഒന്ന് നോക്കാലോ. അവളിപ്പോ വന്നിട്ടില്ലല്ലോ. അപ്പൊ നീ ഇവിടെ നോക്ക്. അവിടെ ഷൂട്ടേ സൗണ്ട് നന്നായിട്ട് കേട്ടല്ലേ. ഓക്കെ, നമുക്ക് ഹാമർ ഇട്ടില്ലേ. അത് ഇവിടെ അസ്ഥി കൂടെ ഒക്കെ കിടപ്പുണ്ട്. ഈ ഇവിടെ ഒരു സ്ഥലം തുറക്കാൻ വരുന്നു. അത് മണ്ടയില് കാക്കയുടെ റൂമില്ല. ഈ റൂം തുറക്കണമെങ്കിൽ നമുക്ക് ഹാമർ ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ വിളിക്കാൻ സ്ഥലം ഇനി. ശരി ഗൈസ്, എനിക്ക് അവളെ സ്ഥലത്തേ നമ്മൾ കണ്ണുറക്കണ ആ സ്ഥലത്തിൽ നിന്നല്ലേ. അല്ല, ഡേ 4 ആയി ഗൈസ്. നമ്മൾ ഇതുവരെയായിട്ട് ഒരു പണി പോലും ഏൽപ്പിച്ചില്ല. നമ്മൾ ആ ഗ്രാനിയെ തോൽപ്പിക്കുകയാണ് ഇതിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് എസ്കേപ്പ് ആകുന്ന ഹാമർ റൂം തുറന്ന് ഇതാക്കായിരുന്നു. അടിപൊളി. നോക്കാം, നമുക്ക് ആ സ്ഥലത്ത് പോയാൽ അവിടെ ആ ഹാമർ തന്നെ കിട്ടും. നമുക്ക് അവിടെ തന്നെ പോവാം നേരെ. വൃത്തിയായിട്ടാ ഗ്രാനി. ഇതിപ്പോ എത്രാമത്തെ ദിവസം? ഇത് 4ാമത്തെ ദിവസമായി. അടിപൊളി. അവിടെ ട്രാപ്പ് വെച്ച് ഇവിടെ ഇല്ലേ നമ്മുടെ ഹാമർ ഇരുന്ന്. അവിടെ ഇരിക്കാം. സൗണ്ട് ആയിട്ട് ഇങ്ങനെ എങ്ങനെ വന്ന പിന്നെ തീർന്നു മക്കളെ. ഇതിനൊക്കെ ഭയങ്കര സൗണ്ടാ. പിന്നെ നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും. കയറുമെന്ന് തോന്നുന്നു. നോക്കാം, ഡ്രോപ്പ് ചെയ്യണ്ട എന്തായാലും. ആ സൗണ്ട് എടുത്ത് ഇനി ഇവിടെ കയറി വന്നിട്ട്, കാരണം അവിടെ വന്ന് നമുക്ക് ഇവർക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. കാരണം ഇവർക്ക് അറിഞ്ഞോ നമ്മൾ ഇവിടെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും നോക്കാൻ സാധ്യതയില്ല. പോയി വേണ്ട, അവിടെ ഇരിപ്പുണ്ട്. ഹാമറിടും. ഹാമറിന് ഒരുപാട് സ്ഥലത്ത് ആവശ്യമാണ്. അയ്യോ അടിപൊളി. ഇറങ്ങി നോക്കും. അയ്യോ ഇതാ വരുന്നത്. ഓടിപ്പോയി വിളിച്ച ആ സ്ഥലത്ത് തന്നെ. ഇവിടെ വന്നിരിക്കാം. പോയി കണ്ട എന്നെ ഒട്ടും അപമാനിച്ച. പോട്ട് അവിടെ എന്തെങ്കിലും ഡ്രാപ്പ് വയ്ക്കും. നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ഗൈസ്. നമുക്ക് എന്നാലും മണ്ടേ പോവാല്ലേ. നീ ഹാമർ വെച്ച് തുറക്കാൻ പറ്റുന്ന റൂമുകളൊക്കെ ഒന്ന് തുറക്ക്. മണ്ടേ എന്തിനാ അങ്ങോട്ട് ഹാമർ ആവശ്യമില്ലേ? അത് പോയി എടുക്കാൻ കണ്ടിരിക്കണേ. ഇവിടെ തോന്നുന്നു. അയ്യോ ഇവിടെ അല്ല ആ കാക്കിയിട്ടുള്ള അതേ സ്ഥലത്താണ്. അയ്യോ ഗ്രാനി ഇവിടൊക്കെ എവിടെ പെട്ടെന്ന് വരുന്നതെന്തോ. എനിക്ക് ഫോൺ നല്ല ചൂടായിട്ടാ. ഗൈസ് നമുക്ക് ഇതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. പോയല്ലോ പുറത്ത്. ഗൈസ് ഇവിടെയൊക്കെ നമ്മൾ പോയി നോക്കി. എല്ലായിടത്തും നമ്മൾ ഈ വഴി നമുക്ക് നമ്മുടെ മറ്റേ ആ ഷൂട്ടർ പോയി എടുക്കാടി. അവള് നേരത്തെ വെച്ചായിരുന്നു. പോയി എടുക്ക്, സ്പീഡിനെടുക്ക്. ഇവിടെ അല്ലേ തന്നെ. ഇവിടെ ആയിരുന്നല്ലോ നമ്മൾ ഇരുന്നത്. അത് റിമോട്ട് കൺട്രോള് ഇല്ല, അവിടെ താഴെ നമ്മൾ വെച്ചത്. എന്താ ഗ്രാനിയുടെ വടി എങ്ങാനും ഇവിടെ അടിപൊളി സൗണ്ട്. ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല, നമ്മളിപ്പോൾ ആ ഷൂട്ടിൻ്റെ സാധനം എവിടെ ഇടി കണ്ടത്? അവിടെ ഇറങ്ങി വരും. ലാസ്റ്റ് ഡേ ആയിട്ടുണ്ട്, 5ാമത്തെ ദിവസമായിട്ടുണ്ട്. ഇനി ഞാനാണ് ഏട്ടാ കളിക്കാൻ പോണത്. ഡേ 5. നമ്മൾ ഇതുവരെയായിട്ട് ഒന്നും ചെയ്തില്ല. നമുക്കറിയാം ഇതിനൊക്കെ വരത്തുള്ളൂ. കാരണം
ഇതിനോട്ടൊന്നും കിട്ടുന്നില്ലല്ലേ? ഒന്നും കിട്ടുന്നില്ല. എന്നാലും നല്ലോണം ഇത് പഠിച്ചിട്ട് ഒരു വട്ടം കൂടി നമ്മൾ നല്ലോണം കളിക്കും ഗൈസ്. നല്ലോണം കളിക്കാത്ത ജയിച്ച് കാണിച്ചാൽ നമുക്ക് നോക്കാൻ പറ്റും. എന്നാലും എന്തൊരു കഷ്ടമായി പോയി ഗൈസ്. എത്ര 32 മിനിറ്റ് ആയില്ലേ? ആരെടുത്തി? ഞാനെടുത്തി നോക്കാൻ പോരെ. അടിപൊളി അടിപൊളി. ഇതെങ്ങനെ മാറ്റും നമ്മൾ? അവിടെ കൊണ്ടുവന്ന് ട്രാപ്പ് വെച്ചേക്കാണ്. നീ പറഞ്ഞു. ഓ ആ ഹാമർ വെച്ച് ഇവിടെ തുറക്കാൻ പറ്റും നമുക്ക്. ശരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാമർ പോയി എടുത്തിട്ട് വരാം. അതാ നല്ലത്. അവിടെ തുറന്ന് നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം അത് കിട്ടുമായിരിക്കും. എവിടെ നമ്മൾ ഹാമർ കൊണ്ട് പെട്ടെന്ന് പോയി വെച്ചോ. ഇത് ലാസ്റ്റ് ഡേ ആണ് ഗൈസ്. പോകുമ്പോൾ ഇനി അങ്ങ് പോയപ്പോൾ ഇങ്ങോട്ട് വരാറില്ല. ഒന്ന് കഷ്ടമാണ് കേട്ടോ ഗൈസ്. നമുക്കിനി ആ ഹാമിൻ്റെ അടുത്ത് വരുമ്പോൾ തന്നെ ഇവിടെ നമ്മളെ തീർക്കുമെന്നാണ് തോന്നുന്നത്. അതെ, കണ്ടില്ലേ ഗൈസ്, അവൾ ആ റൂമിൽ കയറിപ്പോയി. ഇവിടെ എന്താ ട്രാപ്പ് വെച്ചേക്കണ്? പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ? കണ്ടില്ലേ ഗ്രാനി നമ്മളെ കണ്ടില്ലേ? ഞാൻ ഇത്രയ്ക്ക് പൊട്ടിയായിരുന്നു. ബെസ്റ്റ്, നീ പറഞ്ഞോണ്ടാണ് കണ്ടത്. ഇവിടെ നിന്നാ മതി. എന്നാലും അവിടെ ചെന്നേക്കാം. ഈ സൗണ്ട് നിൽക്കുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാം. എന്നാലും ഓക്കെ ഗൈസ്, അവളുടെ ചിരിയാണത്. ഓക്കെ, പോയി വിളിക്ക്. അവിടെ വരണതേ ഉള്ളൂ. പൊക്കോ. നല്ലോണം ഒന്ന് പുറത്തോട്ട് പോട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. അവള് അടിപൊളി. അവിടെ ട്രാപ്പ് വെച്ചെന്ന് തോന്നുന്നു കേട്ടാ. ഇങ്ങനെ വരണം കേട്ടാ. ഇത് കങ്കാരു വേണോ? പോയിട്ട് പോന്നെ നല്ലത് ഗൈസ്. വിചാരിച്ചാലും പോവാം. ഓക്കെ പോ. അവിടെ എല്ലാം ട്രാപ്പ് വെച്ചാൽ അപ്പം തറ നോക്കി നോക്കിപ്പോ. ഇല്ല, അയ്യോ ഇതാണ്ട. നമുക്ക് പോകാൻ പറ്റുമോ? ഇല്ല, പോകാൻ പറ്റുമോ? ഇവിടെ ലാസ്റ്റ് ഡേ ആണ്, പറ്റൂല കേട്ടാ. ഇപ്പം എന്തെങ്കിലും ഐഡിയ ഉപയോഗിക്കണം ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ കൂടെ തന്നെ നമുക്ക് പോവാം. ഇവിടെ കൂടെ പോയാൽ തോക്കൂലേ? തോക്കുമോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഉറപ്പുണ്ടാകൂല. എന്നിട്ട് ഇനി ഇവിടെ കൂടെ പോകാൻ ഒരു വഴിയില്ല ഗൈസ്. നമ്മൾ അവിടെ ട്രാപ്പ് വെച്ചാൽ നമ്മൾ എന്തായാലും തോക്കും. അപ്പോൾ ഇവിടെ കൂടെ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഇതും കൊണ്ട് ഇവിടെ കൂടെ അങ്ങ് പോകാല്ലേ. അത് ഡ്രോപ്പ് ചെയ്ത് നോക്കാം, അവൾ അവിടെ വരുമെങ്കില. കണ്ട് ഗൈസ്, അവൾ അവൾ മണ്ടയിലോട്ട് നോക്കി. അവൾ മണ്ടയിലോട്ട് നോക്കി. അത് ഈ ടൂണും വന്നു. അപ്പം എന്തായാലും അവളെ കണ്ട് ഉറപ്പാണ്. അവൾ നമ്മളെ കണ്ട്. അടിപൊളി. പിന്നെ ഡ്രോപ്പ് വയ്ക്കണേ കുറച്ചു നേരം നോക്കുന്നു. അപ്പം ഈ പിക്ചർ എങ്ങനെ ഇവിടെ വന്ന്? ഇതാണ് ചിന്ത. എന്നിട്ട് നേരെ മണ്ടയിലോട്ട് നോക്കി നമ്മളെ കണ്ടു. പോവാം. ആ ഡ്രോപ്പ് മാറ്റിയാ നോക്കട്ടെ. മാറ്റിയാ? ഇല്ല, ഇവിടെ കൂടെ താഴെ ഇറങ്ങിയാലാ? പോവാ, അതാ നല്ലത്. ചിലപ്പോൾ നമ്മൾ തോക്കും ഗൈസ്. അല്ല, നമുക്കിനി ഒരു വഴിയില്ല. വേറൊരു വഴിയില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെ കൂടെ തന്നെ താഴെ ഇറങ്ങാം. തോക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. തോക്കുമായിരിക്കും. ഇല്ല, തോറ്റില്ല. തോറ്റില്ല ഗൈസ്. രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് നേരെ ഹമ്മർ കണ്ടുപിടിക്കണം. ഹമ്മർ എവിടെയായിരുന്നു? മറ്റേ കാക്കക്കൂട്ടില്. കാക്കക്കൂട് എവിടെയായിരുന്നു? ആ ട്രാപ്പിൽ തട്ടാതെ പോണേ. ഇതിലെങ്കിലും നമ്മൾ വിന്നർ ആവണം. പക്ഷെ എനിക്കൊരു പ്രതീക്ഷയില്ലല്ലോ നമ്മൾ വിന്നർ ആവുമോന്ന്. അവിടെയൊന്നും അല്ല. ഓ, നമ്മൾ അവിടെയാണ് വെച്ചെന്ന് തോന്നുന്നു. ഓ അല്ല, നമ്മൾ ഷോർട്ട് ഗൺ എടുക്കാൻ നേരത്തായിരിക്കും എന്തായാലും. അപ്പോൾ ഷോർട്ട് ഗൺ ഇവിടെ ഇല്ല. ഇത് ഷോർട്ട് ഗണ്ണ്.
നമുക്ക് ഈ ഹാമർ ഉപയോഗിച്ച് മറ്റേ റൂം തുറക്കാം അല്ലേ? വരണം ഞാൻ കണ്ടു. നീ വരണണ്ടാ? കണ്ട് നീ ഓടിപ്പോ. അയ്യോ കട്ടി വിളിക്കായിരുന്നു. പോട്ട് ഇവിടെ തന്നെ വന്നല്ലോ. പോയി ഇനി അതെടുത്തോ ഹാമർ വേണം. കണ്ട അപ്പം നമുക്ക് അവിടെ കൂടെ പോകാൻ പറ്റും, പുറത്ത് പോകാൻ പറ്റും. അത് നമുക്ക് ഈ റൂമിൽ ഇത് ഇതാക്കി നോക്കാം. അവിടെ ഒന്നുമില്ല. ഇതൊന്നുണ്ട്. ഓ കാർക്കി നമുക്ക് കിട്ടണം ഗൈസ്. നല്ല ഇതാണ്. അമ്മേ അയ്യോ ഗ്രാനി ഇവിടെ എവിടെയാണ് വിളിക്കാൻ സ്ഥലം? പോയി കുളിഞ്ഞിരിക്കണി. അവൾ ചിലപ്പോൾ കാണുന്നില്ലായിരിക്കും. അപ്പം അങ്ങനെ ഇരിക്കും. കണ്ടില്ല. ഞാൻ പറഞ്ഞില്ല കുളിഞ്ഞിരിക്കായിരുന്നു. അയ്യോ ഇല്ല കണ്ടില്ല. പെട്ടെന്ന് നമ്മളെവിടെ പോയി നോക്കി. ഓ സന്തോഷമായി. താങ്ക് യു മുത്തേ. ഓക്കെ അല്ല ഞാൻ എഴുന്നേറ്റടി അറിയാതെ എഴുന്നേറ്റോയി. ആ കാർക്ക് മതിയായിരുന്നു ഗൈസ്. നമ്മൾ ഇത്തിരി കൂടി അങ്ങ് രക്ഷപ്പെടായിരുന്നു. അപ്പൊ ഇത് വേറെ സ്ഥലമുണ്ട്. നേരത്തെ അന്ന് കാണിച്ചത് വേറെ സ്ഥലം. അങ്ങനെയാണ് പല സ്ഥലം രീതി കാണിക്കും. ഇത് നമ്മൾ മറ്റേ വെട്ടി ഇവിടെ ഇപ്പാക്കും ചത്ത്. ആ കാർക്കി കണ്ടുപിടിച്ച് നമ്മൾ ആ കാറിന്റെ ബേക്ക് സൈഡ് നമുക്ക് തുറക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടി. ആ സാധനങ്ങൾ വെച്ച് നമുക്ക് ഇപ്പുറത്തെ കാർ കൂടെ രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. അപ്പൊ എന്തായാലും ഗൈസ് ഇനി അടുത്തൊരു കളിയിൽ നമ്മൾ ഇതിൽ വിജയിച്ച് കാണിക്കും, ഉറപ്പാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഇവളോട്, എടി ഇത് എന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം പഠിച്ചിട്ട് കളിച്ചാൽ മതി. അപ്പോൾ അവന് വേണ്ടത് നമുക്ക് ഇപ്പഴത്തേക്ക് ഇടാനും വലിയ പഠിച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി ഉറപ്പിക്കണ്ട ഗൈസ്. ഇവളൊരു മുത്തിയില്ല. ആ ഒരു സ്നേഹത്തോടെ ഗ്രാനി നമ്മളെ കണ്ടുപിടിച്ചതിന് ഗ്രാനിക്ക് മനസ്സിലായി ഭയങ്കര കുഴപ്പമാണ് ഈ രണ്ട് പിള്ളേർക്ക്. 5 ദിവസം സമയമുണ്ട്. നമ്മൾ ഇത്തിരി ഒരു ലാസ്റ്റ് ഒരു തുമ്പരത്ത് എത്തിയതായിരുന്നു. ഇല്ല തുമ്പരത്തൊന്നും എത്തിയില്ല ഗൈസ്. കാരണം ഇത് തുമ്പറ്റല്ല. കാരണം ഞാൻ കുറെ പേര് കളിക്കുന്ന കണ്ടിട്ടുണ്ട്. കുറെ പേര് കളിക്കുന്നത് അവരൊക്കെ നല്ല കാറിൽ ഓരോ കാര്യങ്ങൾ നമ്മളിവിടെ ഒളിച്ചും പത്തും കളിച്ചോണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം പോലെ നമ്മൾ ചെയ്തു തന്നെ ഗൈസ്. അത്രേ ഉള്ളൂ. അല്ലാതൊന്ന് കണ്ടുപിടിക്കാൻ പോലും നമ്മൾ നല്ലോണം പഠിച്ചിട്ട് പിന്നെ അടിപൊളിയാക്കി ആയിരിക്കും. പിന്നെ ഗൈസ് അപ്പൊ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇതുവരെയായിട്ട് ലൈക്ക് ചെയ്യാത്തതുണ്ടോ ഈ വീഡിയോ? ഇതുവരെയായിട്ട് ലൈക്ക് ചെയ്യാത്തതാണെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്തോണം. അപ്പൊ എന്തായാലും ഇതുപോലത്തെ ഹൊറർ ഗെയിംസും അല്ലാത്ത ഗെയിംസൊക്കെ ഇനിയും പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.